Return to nature from where we can learn everything. Here also we are discussing such a topic, Walden, written by Henry David Thoreau. Henry David Thoreau is a famous American transcendental poet and he wrote the famous nature poem Walden. നേച്ചർ പോയം എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കവിതയാണ് വാൾഡൻ. ആൻഡ് ദ അതർ നെയിം ഓഫ് ദ പോം ഇസ് ലൈഫ് ഇൻ ദ വുഡ്സ്. ഇവിടെ വാൾഡൻ എന്ന് പറയുന്ന ഒരു പോണ്ടാണ്. വാൾഡൻ ഇസ് ദി നെയിം ഓഫ് എ പോണ്ട്. ആ വാൾഡൻ പോണ്ടിന്റെ അടുത്ത് ഹി സ്റ്റേഡ് ദെയർ 2 വർഷം 2 മാസം 2 ദിവസം അങ്ങനെ അവിടെ താമസിച്ച് അദ്ദേഹം പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിച്ച ആ കഥയാണ്, ആ ഒരു സ്റ്റോറിയാണ് ഇതിൽ വിവരിക്കുന്നത്. ആ ഒരു പ്രകൃതിയുമായിട്ടുള്ള ജീവിതമാണ് ഈ കവിതയിൽ അദ്ദേഹം വിവരിക്കുന്നത്. Here we have already said that he is a famous transcendental poet. He is also a writer and orator who lived in New England for the majority of his life. He tries to find a connection between man and nature more deeply, and for the purpose of it he lived in a wooden cabin in relative isolation for 2 years, 2 months and 2 days. And this process or this life is described in this poem, The Walden. Here, Walden is a pond. From it he took the title of this poem. ഈ വാൾഡൻ എന്നത് അദ്ദേഹം താമസിച്ച ആ സ്ഥലത്തെ ഒരു പോണ്ടാണ് വാൾഡൻ പോണ്ട്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ടൈറ്റിൽ എടുക്കുന്നത്. Then Transcendentalism was a 19th century philosophical movement of writers, philosophers and poets of the United States centered in New England, and the main beliefs of Transcendentalism are the importance of nature, individualism and the innate goodness of people. ട്രാൻസെൻഡന്റലിസം എന്നൊരു മൂവ്മെന്റ് ആണ് 19ാം നൂറ്റാണ്ടിലെ റൈറ്റേഴ്സിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ആൻഡ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫിലോസഫി ഇസ് റിട്ടേൺ ടു നേച്ചർ ഓർ നേച്ചർ ഇസ് എവറിഥിങ് എന്നുള്ള കോൺസെപ്റ്റ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വലിസം, അതേപോലെ ഇന്നേറ്റ് ഗുഡ്നെസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്റെ ജന്മന ഉള്ള ആ ഒരു നന്മ, ഇതൊക്കെയാണ്. അതായത് മനുഷ്യന് ആ ജനനത്തിൽ തന്നെ മനുഷ്യൻ നല്ലവനാണ്, ആ പ്രകൃതി അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് അവനെ മോശക്കാരനാക്കുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാടാണ് ട്രാൻസെൻഡന്റലിസം. ദ പോയിന്റ് ഡിവൈഡ്സ് ദിസ് പോം ഇൻടു മെനി ചാപ്റ്റേഴ്സ്. ഈ ഒരു ലോങ് പോം ആണ്. ഇതിനെ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇക്കോണമി. ഇക്കോണമി എന്നുള്ളതാണ്. And it is the longest chapter. In it he describes the dimensions of the cabin and his plan to live there with the help of his close friends and family. ഈ വാൾഡൻ പോണ്ട് എന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കാൻ തീരുമാനിക്കുന്നു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ, അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി അവരോടൊപ്പം അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്ന പ്ലാനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം വിവരിക്കുന്നത്. And the title of it comes from his understanding of the economic aspect of natural experiment, both monetary and physically. ഈ ഇക്കോണമി എന്ന ആ ഒരു ടൈറ്റിൽ വന്നത് ആ ഒരു ക്യാബിൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ട സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ, അതേപോലെ തന്നെ ഫിസിക്കൽ എനർജി, ക്യാബിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശാരീരികമായ പ്രയത്നങ്ങൾ, അതിൻ്റെയൊക്കെ ആ ഒരു ഇഫക്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇക്കോണമി എന്ന ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. He discusses the benefits and drawbacks of philosophy, philanthropy and religion. ഫിലോസഫി, ഫിലാന്ത്രോപ്പി മനുഷ്യ സ്നേഹം, അതേപോലെ തന്നെ മതം, ഇതിൻ്റെയൊക്കെ സ്വാധീനം അദ്ദേഹം വിവരിക്കുന്നു. ആൻഡ് he says that philanthropy is not an individual's life calling. Next chapter is where I lived and what I lived for. അടുത്ത ചാപ്റ്ററിന്റെ പേര്, ഫസ്റ്റ് ചാപ്റ്റർ ഇക്കോണമിയാണ്, സെക്കൻഡ് ചാപ്റ്റർ where I lived and what I lived for എന്ന ചാപ്റ്ററിലാണ്. And in this chapter he describes choosing the location for his remaining life or secluded life. ആ ഒരു സെക്ലൂഡഡ് ലൈഫിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. ആ സ്ഥലം എങ്ങനെയായിരിക്കണം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അദ്ദേഹം ഈ ഒരു സെക്ഷനിൽ കൊടുക്കുന്നത്. Earlier he planned to purchase Hollowvale Farm. ആദ്യം അദ്ദേഹം ഹോളോവെയിൽ ഫാം എന്ന ഒരു ഫാം ആയിരുന്നു സെലക്ട് ചെയ്തത്.
but later he chose Walden Port. പിന്നീട് അദ്ദേഹം വാൾഡൻ പോർട്ട് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് പീപ്പിൾ ആർ കോട്ട് അപ്പ് ഇൻ അൺഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആൻഡ് ഗോസിപ്സ്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വേണ്ടാത്ത ഗോസിപ്പുകളും അതേപോലെ ന്യൂസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലക്ഷ്യമായി ജീവിക്കുകയാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം നീങ്ങുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റീഡിങ്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് റീഡിങ്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ ഹി ഗീവ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ആൻഡ് റീഡിങ്. ഈ ഒരു സെക്ഷനിൽ അദ്ദേഹം ലേണിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, റീഡിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, ഇതാണ് വെളിപ്പെടുത്തുന്നത്. He says that books are the makers of true wealth and believes that people should read classic novels. അദ്ദേഹം പറയുന്നു പുസ്തകങ്ങൾ ഒരു യഥാർത്ഥ സമ്പത്താണ്. മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പത്ത് മറ്റാർക്കും, പണ്ട് നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയുന്നതാണ്, കള്ളന്മാർ ഒരിക്കലും മോഷ്ടിച്ചു കൊണ്ടുപോകാത്ത ഒരേ ഒരു സമ്പാദ്യം അറിവാണ്. സോ അദ്ദേഹം പറയുന്നു ബുക്സ് ആർ ദ റിയൽ മേക്കേഴ്സ് ഓഫ് ട്രൂ വെൽത്ത് ആൻഡ് സോ people should read classic novels. Classic novels, Greek and Latin novels അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള നോവലുകൾ വായിക്കണം. Then reading expand spiritual understanding of the world. വായനയിലൂടെ നമുക്ക് ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, ലോകത്തെ ആത്മീയമായ രീതിയിൽ, ഫിലോസോഫിക്കായ രീതിയിൽ, യാഥാർത്ഥ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ് ത്രൂ ഔട്ട് ലൈഫ്. ഒരു പ്രായം കഴിഞ്ഞ് നിർത്തുന്നതല്ല പഠനം. എല്ലാ ദിവസവും, ജീവിതത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണ് പഠനം. പലതരത്തിൽ നമ്മൾ വായിക്കണം, കിട്ടുന്നത് എന്തും വായിക്കുന്ന രീതിയിലേക്ക് മാറണം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ സൗണ്ട്സ്, ഫോർത്ത് ചാപ്റ്റർ ആണ്. ദെൻ സൗണ്ട്സ് ഓഫ് നേച്ചർ ഹെൽപ്പ് പീപ്പിൾ ടു ഗെറ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഇവിടെ സൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൗണ്ട് ഓഫ് നേച്ചർ ആണ്, പ്രകൃതിയിലെ ശബ്ദങ്ങൾ. And these sounds help people to get different perspectives. പലതരത്തിലുള്ള വീക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നത് ഈ ശബ്ദത്തിലൂടെയാണ്. സൗണ്ട് ഓഫ് ദ ചീപ്പിംഗ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിന്റെ ചിർപ്പിംഗ് മീൻസ് കലവിലെ ശബ്ദം, പക്ഷികളുടെ കലവിലെ ശബ്ദം. ദെൻ സൗണ്ട് ഓഫ് ട്രെയിനിന്റെ ശബ്ദം. ഓർ ദ സൗണ്ട് ഓഫ് ചർച്ച് ബെൽ, പള്ളി മണി മുഴങ്ങുന്നത്. ഇതൊക്കെ ക്യാൻ ക്രിയേറ്റ് എൻജോയ്മെന്റ് ഓർ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ പലതരത്തിലുള്ള ഒരു വീക്ഷണം, ജനങ്ങളുടെ ഇടയിൽ പ്രകൃതിയോടുള്ള പല പല വീക്ഷണങ്ങൾ ഉണ്ടാകാൻ ഈ ശബ്ദങ്ങൾക്ക് കഴിയും. അതായത് പക്ഷികളുടെ കലവിലെ ശബ്ദം കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, പള്ളിമണിയുടെ ശബ്ദം. പള്ളിമണിയൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല ശബ്ദങ്ങൾക്കും നമുക്ക് പല വീക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. Then the next chapter is solitude. അഞ്ചാമത്തെ ചാപ്റ്റർ സോളിറ്റ്യൂഡ്, ഏകാന്തത എന്നുള്ളതാണ്. And it refers the importance of being comfortable in solitude as it brings a person so closer to nature. ഈ ഏകാന്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് it brings a person very close to nature. പ്രകൃതിയുമായിട്ട് ഒരു വ്യക്തിയെ അടുപ്പിക്കുന്നതാണ് ഏകാന്തത. And there is difference between loneliness and solitude. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ലോൺലിനെസ്, ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്താണ്, ഏകാന്തത എന്താണ് എന്ന് വേർതിരിക്കുന്നു. ഹി ഡിഫറൻഷിയേറ്റ്സ് ലോൺലിനെസ് ആൻഡ് സോളിറ്റ്യൂഡ്. One may feel lonely among the crowd, but solitude is the one which we enjoy. ഈ ലോൺലിനെസ് എന്നത് ആൾക്കൂട്ടത്തിൽ തന്നെ കുറേ ആൾ നമ്മുടെ ചുറ്റും ഉണ്ടാകാം, പക്ഷെ നമ്മൾ ഒറ്റയാണ് എന്ന് തോന്നുക, നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നതാണ് ലോൺലിനെസ്. അതേസമയം ഏകാന്തത എന്നത് വി എൻജോയ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ ഒരു ഏകാന്തത നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. മനഃപൂർവ്വം മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്കായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒന്നാണ് സോളിറ്റ്യൂഡ്. പക്ഷേ ലോൺലിനെസ് എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടാണ്, ആരും നമ്മളെ കൂട്ടാത്തൊരവസ്ഥ. Then the next chapter is visitors. In this section he describes the visitors who are seeking for help, and most of the visitors are seeking for water or they are for charity. ചാരിറ്റിക്ക് വേണ്ടി അവിടെ വരുന്നവരായിരിക്കാം, അതായത് അവിടെ ദാനധർമ്മങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നടന്ന് ക്ഷീണിച്ച് വെള്ളത്തിന് വേണ്ടി എത്തുന്ന സന്ദർശകരായിരിക്കാം. ആ വാൾഡൻ പോണ്ടിൽ എത്തിച്ചേരുന്ന വിസിറ്റേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം ഈ സെക്ഷനിൽ പറയുന്നത്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ദാറ്റ് തോറു സ്പെൻഡ്സ് ടൈം വാസ് എ കനേഡിയൻ മാൻ who sees life as so simple, just like an animal life.
അതിൽ പ്രധാനപ്പെട്ട വിസിറ്റർ ഒരു കനേഡിയൻ മനുഷ്യനാണ്. അദ്ദേഹം ജീവിതത്തെ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്, ജസ്റ്റ് ലൈക്ക് ആനിമൽ ലൈഫ്. ഒരു ആനിമൽ ലൈഫിനെ പോലെ മൃഗീയമായ ജീവിതം അല്ലെങ്കിൽ മൃഗത്തിന്റെ ജീവിതത്തിന് തുല്യമായത് സമ്പാദ്യമൊന്നുമില്ലാതെ അന്നന്ന് വേട്ടയാടി ജീവിക്കുന്ന ഒരു മൃഗത്തിന്റെ അതേ ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം. അത്രത്തോളം സിമ്പിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കനേഡിയൻ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിസിറ്റർ. Then the next chapter is the bean fields. Bean fields 7th chapter ആണ്. And every morning Toru begins his work in the beans field and it allows him to feel more connected to it. ബീൻസ് ഫീൽഡിൽ അദ്ദേഹം എല്ലാ രാവിലെയും ജോലി ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഓർ ദീസ് ആക്ഷൻസ് മേക്ക് ഹിം മോർ കണക്റ്റഡ് ടു നേച്ചർ. അദ്ദേഹത്തിന് പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുപ്പം തോന്നിക്കുന്നു. രാവിലെയുള്ള ആ കൃഷി പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുപ്പം തോന്നിക്കുന്നു. Then the next chapter is the village. Despite his solitary life in the Walden Pond, Toru returns to a nearby village every few days. ചില ദിവസങ്ങളിൽ അടുത്തുള്ള ഒരു വില്ലേജിലേക്ക് തോറു പോകാറുണ്ട്. ആൻഡ് ഹി ഗോസ് ടു എൻജോയ് ദ ചാറ്റർ ആൻഡ് ഗോസിപ്പ് ഓഫ് ദ വില്ലേജേഴ്സ് ആൻഡ് ടു അപ്രീഷിയേറ്റ് ദ വൈൽഡ്നെസ് ഓഫ് നേച്ചർ. ആ ഒരു വില്ലേജിലേക്ക് പോകുന്നത് വില്ലേജിലെ ജനങ്ങളുടെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നതിനും ആ യാത്രയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ ഉള്ള ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോകുന്നത്. ആൻഡ് ഹി ലെമൻസ് societal institutions such as taxation as he was arrested not for paying the poll tax and spent a night in jail. ഇവിടെ അദ്ദേഹം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെ അദ്ദേഹം വിമർശിക്കുന്നു. കാരണം ടാക്സ് കൊടുക്കാത്തതിന്, പോൾ ടാക്സ് അടയ്ക്കാത്തതിന് അദ്ദേഹത്തെ ഒരു ദിവസം രാത്രി മുഴുവൻ ജയിലിൽ അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സിസ്റ്റത്തെ അദ്ദേഹം എതിർക്കുന്നു. കാരണം ഈ പ്രകൃതിയിൽ അങ്ങനെ ഒരു ജീവിതം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജീവിക്കേണ്ട ഈ പ്രകൃതിയിൽ ഇങ്ങനെ സൊസൈറ്റി ഓരോ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ചിട്ടാവട്ടങ്ങളൊക്കെ വെക്കുന്നതിനെ അദ്ദേഹം എതിർക്കുന്നു. The next chapter is the ponds. Pond എന്നുള്ളതാണ്. And in this section he describes his living in the Walden Pond and its surroundings. Walden Pondും അതിന്റെ സറൗണ്ടിങ്സും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഇസ് എ നേച്ചർ പോം. നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കവിതയാണ്. ഇതിൽ കൂടുതലും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമാണ് കാണാൻ സാധിക്കുന്നത്. And he describes other ponds and says that none is as beautiful as Walden Pond. ഇനി അദ്ദേഹം ഈ കവിതയിൽ പറയുന്നു, ഈ ഒരു സെക്ഷനിൽ പറയുന്നത് മറ്റ് പോണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗി വാൾഡൻ പോണ്ടിനാണ്, അദ്ദേഹം താമസിക്കുന്ന വാൾഡൻ പോണ്ടിനാണ് എന്ന് പറയുന്നു. Then the next section is Baker Farm, and in this section he describes his time at the farm of a neighbor John Field when he was caught in a rainstorm. ഒരു റെയിൻസ്റ്റോം അതായത് മഴ, കൊടുങ്കാറ്റ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജോൺ ഫീൽഡിന്റെ ഒരു ഫാമിൽ തങ്ങേണ്ടതായി വന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ജോൺ ഫീൽഡ് ഇസ് ആൻ ഐറിഷ് ഇമിഗ്രന്റ് ഫാമർ ഹു ഇസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ലീഡിങ് എ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. ഒരു ഐറിഷ് ഇമിഗ്രന്റ് ആണ്, ഐറിഷ് കുടിയേറ്റക്കാരനാണ് ജോൺ ഫീൽഡ്. അദ്ദേഹം സിമ്പിൾ ലൈഫ് നയിക്കുന്ന ആളാണ്. നേരത്തെ നമ്മളൊരു സെക്ഷനിൽ കനേഡിയൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഒരു കനേഡിയൻ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു. ഹിയർ ഒരു ഐറിഷ് വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ പേര് ജോൺ ഫീൽഡ്. ആൻഡ് ഹി ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു മോഡേൺ സൊസൈറ്റി വിത്ത് ഹിസ് എംപ്ലോയർ, ഡെറ്റ് കളക്ടർ എക്സെട്ര. ഈ വ്യക്തി ജോൺ ഫീൽഡ് അദ്ദേഹത്തിന്റെ എംപ്ലോയേഴ്സിലൂടെ, അദ്ദേഹത്തിന്റെ തൊഴിലാളികളിലൂടെ, അതേപോലെ തന്നെ ഒരു ഇമിഗ്രന്റ് ആണെന്ന് പറഞ്ഞു, ഒരു കുടിയേറ്റക്കാരനാണ്, അദ്ദേഹത്തിന്റെ മുതലാളിയിലൂടെയൊക്കെ അദ്ദേഹം ഈ ഒരു സൊസൈറ്റിയുമായിട്ട്, മോഡേൺ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പയർഡ് ടു ഫീൽഡ്, തോറോ ഈസ് വെരി ഹാപ്പി ഇൻ ഹിസ് ഇൻഡിപെൻഡന്റ് ലൈഫ് സ്റ്റൈൽ. ഈ ജോൺ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് മോർ കണക്റ്റഡ് ടു ഹിസ് എംപ്ലോയർ, തൻ്റെ മുതലാളിയുമായിട്ട്, അതേപോലെ തന്നെ അദ്ദേഹം കടം വാങ്ങിയ വ്യക്തികളുമായിട്ടൊക്കെ കണക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കേണ്ടതായ ഒരു വ്യക്തിയാണ്. അതേസമയം തോറുവിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് മോർ ഹാപ്പി. കാരണം
അദ്ദേഹത്തിന് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല, ആരുമായിട്ടുള്ള ഒരു സഹായമോ സഹകരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. സോ ഹി ഈസ് മോർ ഹാപ്പി ഇൻ ഹിസ് ഇൻഡിപെൻഡന്റ് ലൈഫ്. Then the next chapter is higher laws. Higher laws, വലിയ വലിയ നിയമങ്ങൾ. And in this section, he balances between spiritual and savage life. Spiritual life അതേപോലെ തന്നെ savage life. Savage life means uncultured life. ഇവ തമ്മിലുള്ള വ്യത്യാസം, ആത്മീയ ജീവിതവും യാതൊന്നും ശ്രദ്ധിക്കാതെയുള്ള ആ ഒരു പ്രിമിറ്റീവ് ജീവിതവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. And he believes that the desire to kill and eat animals is a savage desire in human beings. മനുഷ്യനിലുള്ള ഒരു സാവേജ് അൺകൾച്ചേർഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ആനിമൽസിനെ കൊന്നു തിന്നുക എന്നതാണ് തോറുവിന്റെ അഭിപ്രായം. ആൻഡ് ഹി അപ്രീഷിയേറ്റ്സ് ദ വെജിറ്റേറിയൻസ്. ഈ ഒരു സെക്ഷനിൽ അദ്ദേഹം വെജിറ്റേറിയൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദോസ് ഹു അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ, ഇൻഡൽജൻസ്, ഗിവ് ചാരിറ്റി ആൻഡ് ഗുഡ് ഡീഡ്സ് ആൻഡ് ഡു ഗുഡ് ഡീഡ്സ്. ആൽക്കഹോളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ, മദ്യപാനികളല്ലാത്തവര്, അതേപോലെ തന്നെ ചാരിറ്റി കൊടുക്കുന്നവര്, ദാനധർമ്മങ്ങൾ നടത്തുന്നവര്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവര്, വെജിറ്റേറിയൻസ്, അവരെയൊക്കെ അദ്ദേഹം ഈ ഒരു സെക്ഷനിൽ അഭിനന്ദിക്കുന്നു. And such a controlled life has high spiritual connection with God. തോറ് പറയുന്നത് അങ്ങനെയുള്ള ഒരു കൺട്രോൾഡ് ലൈഫ്, അങ്ങനെ ഒരു നിയന്ത്രിതമായ ജീവിതത്തിന് ദൈവവുമായിട്ട് വളരെയധികം അടുപ്പം സ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് ബ്രൂഡ് നൈബേഴ്സ്, ഹൗസ് വാമിംഗ്, former inhabitants and winter visitors. And in this section, brute neighbors, Thoreau talks about the hermit who comes to Walden Pond to fish with him. ഈ ബ്രൂട്ട് നൈബേഴ്സ് എന്ന സെക്ഷനിൽ തോറ് വിവരിക്കുന്നത് ഒരു ഹെർമിറ്റ്, സന്യാസി വര്യനാണ്. ഹു കംസ് ടു വാൾഡൻ പോണ്ട് ടു ഫിഷ് വിത്ത് ഹിം. അദ്ദേഹത്തോടൊപ്പം മീൻ പിടിക്കാൻ ഈ വാൾഡൻ പോണ്ടിലെത്തുന്ന ഒരു സന്യാസിയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹി അഡ്മയർസ് ദ ഫ്ലോറ ആൻഡ് ഫോണ അറൗണ്ട് ഹിം. ഈ വാൾഡൻ പോണ്ടിനടുത്തുള്ള ഈ ജീവജാലങ്ങളെയൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. And in the section housewarming, he describes the extension of his home. Housewarming എന്ന ഈ ഒരു സെക്ഷനിൽ ആ വാൾഡൻ പോണ്ടിനടുത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു വുഡൻ ക്യാബിൻ ആണെന്ന് പറഞ്ഞു, അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അതിൽ അദ്ദേഹം ചില എക്സ്റ്റൻഷൻ വരുത്തിയിട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു ആ ഒരു ക്യാബിൻ. അതിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ വിവരിക്കുന്നത്. And in winter animals, the pond in winter and spring describes the seasons and its effect in Walden Pond. ഈ വിന്റർ ആനിമൽസ് എന്ന സെക്ഷനിൽ the effect of seasons on the pond. ഈ ഒരു വാൾഡൻ പോണ്ടിൽ സീസൺസ്, ഓരോ സീസൺസ്, സമ്മർ, വിന്റർ, ഇങ്ങനെയുള്ള ഓട്ടം സീസൺ, അങ്ങനെ ഓരോ സീസൺ വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത്രയുമാണ് ഈ കവിതയിലെ മെയിൻ പോയിന്റ്സ്. ദെൻ ഇമ്പോർട്ടൻറ്റ് തീംസ്. ഫസ്റ്റ് വൺ, സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതിലെ പ്രധാനപ്പെട്ട തീമുകൾ സാധാരണ എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് തീംസ് ഇൻ ദ വാൾഡൻ. അതിലൊന്നാമത്തേത് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്, സ്വന്തം കാലിൽ നിൽക്കുക, അതേപോലെ തന്നെ സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ട്രാൻസെൻഡന്റലിസം ആൻഡ് സ്പിരിച്വാലിറ്റി. ട്രാൻസെൻഡന്റലിസം എന്നത് നമ്മളുടെ ഈസ്റ്റേൺ ഫിലോസഫിക്ക് തുല്യമാണ്. അതായത് ഗോ ടു നേച്ചർ, അല്ലെങ്കിൽ റിട്ടേൺ ടു നേച്ചർ, ഗോ ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുക. ആൻഡ് ദ നേച്ചർ ക്യാൻ ടീച്ച് എവറിത്തിങ്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാം പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു ഫിലോസഫിയാണ് ട്രാൻസെൻഡന്റലിസം. നമ്മുടെ മിസ്റ്റിക് ഫിലോസഫി പോലെയുള്ള ഒരു അതിന് തുല്യമായ ഒരു ഫിലോസഫിയാണ്, അമേരിക്കൻ ഫിലോസഫിയാണ് ട്രാൻസെൻഡന്റലിസം. ആൻഡ് സ്പിരിച്വാലിറ്റി, അടുത്ത ഒരു തീം. ട്രാൻസെൻഡന്റലിസവും സ്പിരിച്വാലിറ്റിയും, പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ, പ്രകൃതിക്ക് മനുഷ്യനുള്ള സ്വാധീനം. ദ അതർ വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡിങ് എ സിമ്പിൾ ലൈഫ്, ഒരു സിമ്പിൾ ലൈഫ് നയിക്കുന്നതിന്റെ പ്രാധാന്യം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തീംസ്. ദെൻ സിംബലിസം യൂസ്ഡ് ഇൻ വാൾഡൻ. ഈ വാൾഡൻ എന്ന ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് ഏതൊക്കെയാണ്, പ്രതീകങ്ങൾ. ഫസ്റ്റ് വൺ, വാൾഡൻ പോണ്ട്. ഈ വാൾഡൻ പോണ്ട് എന്നത് സിംബലാണ്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് നേച്ചർ ആൻഡ് ഇൻഹറന്റ് ഹോളിനെസ്. ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള, ഇൻഹറന്റ് മീൻസ് ഇൻബോൺ ആയിട്ടുള്ള പരിശുദ്ധിയും അതേപോലെ പ്രകൃതി, ഇതിനൊക്കെ സിംബലായിട്ടാണ് ഈ വാൾഡൻ പോണ്ട് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ സൈക്കിൾ ഓഫ് ദ സീസൺസ്. ഈ ഒരു സീസൺസ്, ഓരോ സീസണും ഇങ്ങനെ ഓരോ ചക്രമായിട്ട് വരുന്ന ഓരോ ആ ഒരു സൈക്കിൾ,
സീസണുകൾ മാറി മറിഞ്ഞു വരുന്നതിന്റെ പ്രാധാന്യം, ആൻഡ് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ ജീവിതം തന്നെയാണ്, ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്റെ ജീവിതം തന്നെയാണ് ഈ ഒരു സീസൺസിലൂടെ കാണിക്കുന്നത്. These are the main points. Hope you enjoyed it. Thank you.